തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇത്തിഹാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകരെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടുന്ന ആഖിറത്തിലെ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും പറഞ്ഞു. ആ കേസറ്റ് ഇട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പുള്ളി പറയാൻ പറ്റില്ല. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി അല്ല, ഇത് സംഗമം നടത്തും. നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി. അല്ല, അവിടെ ഉണ്ടല്ലോ സംവിധാനങ്ങളുണ്ട്. അല്ല, ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നത് ഞങ്ങൾ തെളിവല്ല എന്ന് പറഞ്ഞു എന്ന് അയാൾ പറഞ്ഞു. അത് പച്ചക്കള്ളമാണ്. ഞങ്ങളത് പരാമർശിക്കപ്പോലും ചെയ്തില്ല. നിങ്ങളെ ഓഡിയൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾ നന്നായി വരുന്നുണ്ട്, വേം പറയും. നിങ്ങൾ കളവ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ കേസറ്റില്ല ഇവിടെ. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി. അതെ അതെ അതെ. ഇപ്പൊ ഇവർക്ക് മുന്നും പിന്നെ തന്നെ തിരിച്ചറിയണില്ല. പിന്നിൽ ആൾക്കാരുണ്ട്, മുന്നിലാളുള്ളത് മൗലവി അതും അറിയില്ല. എന്താ ചെയ്യാ ഈ രൂപത്തിലായാലും. അപ്പൊ അതുകൊണ്ട് കളവ് പറയാം. എന്താ ചെയ്യാ, കളവ് പറയാൻ പറ്റില്ലല്ലോ. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ അത് തെളിയിക്കണം ഒന്ന്, അല്ലേ? അത് തെളിയിക്കും നോക്ക്. പിന്നെ വാക്യം ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി ഞങ്ങൾ ഉദ്ധരിച്ചു. വിഷയാവതരണത്തിലാണോ പറഞ്ഞത്? വിഷയാവതരണത്തിലാണ് പറഞ്ഞത്. എപ്പോഴാണ് പറഞ്ഞത്? മൂപ്പര് പറയട്ടെ. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ആയിക്കോട്ടെ, അത് പറയാം. പറഞ്ഞാൽ പോരാ. കൗലു ദലീലല്ല, കൗലുൽ മൗലവി ലൈസ ബിഹുജ്ജ. പിന്നെന്ത് ചെയ്യണം? അത് നമുക്കിവിടെ കേസറ്റിലൂടെ അത് കേൾപ്പിക്കണം. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ പറയുന്നത് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുകയുമില്ല. പക്ഷേ ഈ കളവ് പിൻവലിക്കണം. ഔദു ബികലിമാത്തില്ലാഹി തെളിവല്ല എന്ന് പറഞ്ഞു എന്ന് ഞങ്ങളുടെ മേൽ പച്ചക്കള്ളം പറയുക. നിങ്ങൾ ഖുർആൻ ഹദീസ് കള്ളം പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് പിടികൂടുകയാണ്. നിങ്ങളുടെ ഒന്ന് തെളിയിക്കണം. നുണ പറയൽ മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടെന്നാ പറയുക. ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കണം. ഔദു ബികലിമാത്തില്ലാഹി തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ആ ഭാഗം അതൊന്നും ഇങ്ങോട്ട് വെച്ചെന്നാൽ മതി. എന്നാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ദലീലാവൂലേ? അപ്പൊ രണ്ട് ഡിമാൻഡുകളാണ് നിങ്ങൾ വെച്ചത്. ഔദു ബികലിമാത്തില്ലാഹി തെളിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ഭാഗം എവിടെ? അത് നിങ്ങളൊന്ന് തെളിയിച്ചു തരണം. അതൊന്ന് തെളിയിച്ച് സദസ്സിന് കൽപ്പിച്ചു കൊടുക്കണം. കളവ് പറയാൻ അനുവദിക്കൂല. നിങ്ങൾ വഖൂലു യാ അയ്യുഹല്ലദീന ആമനൂ വഖൂലു അവിടെ യാ പറഞ്ഞു. അവിടെ പറഞ്ഞു നബിന്റെ കാലത്തുള്ളവർ മാത്രമാണെന്ന് അറിയില്ല, നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. കൂനു ചോദിക്കുന്നുള്ളത് നബിന്റെ കാലത്തുള്ള പേരിലാണ് ആരോപണം. അതുകൊണ്ട് ഞാനാണ് പറയേണ്ടത്. ഞാൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്നത് ഇസ്തിഗാസക്ക് തെളിവല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ മൗലവി പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ പറയാ. എത്ര കാലമായ ഇസ്തിഗാസക്ക് തെളിവായിട്ട് ഞങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. പിന്നെ അത് ഇസ്തിഗാസ തെളിവല്ല എന്ന് പറയോ? അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേരിലുള്ള ആരോപണമായതുകൊണ്ട് ഞാൻ ആധികാരികതയോടുകൂടെ തന്നെ പറയുന്നു. അത് തെളിയിക്കണം. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. കാരണം അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തെളിവാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അത് ഈ നിങ്ങൾ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടതല്ല, നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തതാണെന്ന് പറഞ്ഞാൽ അത് തെളിവല്ല എന്ന് തന്നെ എന്റെ അർത്ഥം. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അതുപോലെ പറഞ്ഞെന്ന് സമ്മതിച്ചാൽ അതുപോലെ പറഞ്ഞെന്ന് സമ്മതിക്കട്ടെ. വിഷയം മതിയില്ല. കാരണം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, തെളിവില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇത്തിഹാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകരെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടുന്ന ആഖിറത്തിൽ. അതേ സമയത്ത് ഓടിച്ചെല്ലാനുള്ള നേതാവ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പണ്ഡിതന്മാരെന്ന് പറഞ്ഞു, ഇമാം സുബ്ക്കി പറഞ്ഞു, ലോകത്ത് ഇവിടുത്തെ വരുന്നത് വരെ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഹാസ ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ നബി ഇമാം, അതിനു മുമ്പുള്ള നബി ഇമാം പറഞ്ഞു, ഞാൻ ഈ ബുഖാരിക്ക് ശറഹ് ചെയ്തത് മുസ്തശ്ഫിയൻ ബിറസൂലില്ലാഹ്, റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചുകൊണ്ടാണ്, ശഫാഅത്ത് തേടിക്കൊണ്ടാണ്. ഇമാം നവവി, നിങ്ങൾ ഇമാം നവവി എന്ന്
ശിർക്ക് ചെയ്യുന്ന ആളോട് തുടരാൻ പറ്റുമോ? ഇമാം നവവി എന്ന് പിൻവലിക്കാൻ നിങ്ങൾ ഇതിലെങ്കിലും തയ്യാറുണ്ടോ? ഒന്നുറ എന്ന് കുറച്ച് പറ്റും കുറച്ച് പറ്റൂല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഒന്ന് തീരുമാനമാക്കിയിട്ട് നമുക്ക് പോകണം. എന്ത് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് മുസ്തശ്ഫിഅൻ ബി റസൂലിനോട് സഹായം ചോദിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നീ റസൂലിനോട് ശഫാഅത്ത് തേടണം, അള്ളാഹിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണം. ശറഫുൽ മുഹദ്ദിബിൽ മഹാനായ ഇമാം നവവി പറഞ്ഞു. ഗസാലി ഇമാം പറഞ്ഞു, മഹാനായ ഇമാം ഖബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് അസ്കൂ ഇലൈക യാ റസൂലല്ലാഹ് വിശക്കുന്നു എന്ന് പറഞ്ഞ സംഭവം പോലും നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് ഞങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്ന സംഗതി എന്താ, മഹാനായ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ആരും പറഞ്ഞത് ആകെ ഒരു എസ്തഈദു എന്നൊരു ഇബാറത്ത് മാത്രമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. എസ്തഈദു പറഞ്ഞ സഹായം ചോദിക്കാൻ പാടില്ല എന്നാ. എസ്തഈദ് സഹായം ചോദിക്കാറില്ല, എന്താ വഫാത്തായ നബിയോട് സഹായം ചോദിക്കാന്ന, അതല്ല അഭൗതികമായി ചോദിക്കാന്ന. എസ്തഈദു എന്ന് പറഞ്ഞാൽ അഭൗതികമായ നിനക്ക് സഹായം ചോദിക്കാനാണ്, അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അല്ലാതെ സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് അഭിപ്രായമാണ് തീരെ സഹായം ചോദിക്കാൻ പാടില്ലാന്ന്. പിന്നെ എന്താ അടിസ്ഥാനപരമായ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണോ? അതെല്ലാവർക്കും അഭിപ്രായമുള്ള സംഗതിയാ, അതിലിവിടെ തർക്കമില്ല. നോക്കൂ നിങ്ങൾ. അപ്പോ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, ഈ സംവാദം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ചരിത്രത്തിൽ പുതിയ നായികക്കല്ലായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മൗലവിമാർ എങ്ങനെയാണ് കളവ് പറയുക എന്നത് അതിന്റെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ ജനങ്ങൾ മൗലവിമാരെങ്ങനെ കളവ് പറയുമെന്നത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കോട്ടക്കൽ സംവാദത്തിന്റെ സീഡി കണ്ടാൽ നിങ്ങൾക്കത് തിരിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വലിയ വിജയമായി, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിമേലിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ പറയരുത് എന്ന് വളരെ മാന്യമായ ഒരു ഉപദേശം മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട, അത് ശരി, ധാരണ ഉണ്ടായിരുന്നു. അത് ധാരണ ഉണ്ടാവാതിരിക്കാൻ പറ്റൂല. ആ വിഷയം പറഞ്ഞ വിഷയമാണല്ലോ, അതിരിക്കട്ടെ. ആ വിഷയം പറയരുതെന്ന് ധാരണ ഉണ്ടായിരുന്നു, ഞാനറിയില്ല. അതെ, ശരി. അപ്പൊ നിങ്ങൾ പറഞ്ഞു നേരത്തെ കളവായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. കള പറഞ്ഞവർ പിന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ പോട്ടെ. ഇനിയിപ്പോ നമ്മൾ